മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ കേരളത്തിൽ ആദ്യമായി കെഎസ്ആർടിസി മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പ് വളപ്പിലൊരുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സ്ഥിരം മൈതാനവും മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂളും പ്രവർത്തനം ആരംഭിച്ചു. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എം.എസ്. അരുൺകുമാർ എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടെസ്റ്റ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായി ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ഥിരം മൈതാനവും മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂളും മാവേലിക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിൽ തടസ്സം പറയുന്ന ഏതെങ്കിലും വണ്ടിയുണ്ട്, ആ വണ്ടിയുടെ പെർമിറ്റ് നടപടികളുമായി മുന്നോട്ട് പോകണം. നിയമപരമായി രാത്രി 10 മണി വരെ ഞാൻ വണ്ടി പെർമിറ്റ് എൻ്റെ വണ്ടി 10 മണിയിൽ ഓടിയില്ലെങ്കിൽ ട്രിപ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർമിറ്റ് റദ്ദാക്കാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ശുപാർശ ഇവിടുന്ന് ജോയിനായിട്ട് ശുപാർശ ചെയ്താൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അത് റദ്ദാക്കില്ല. ഒരു പ്രശ്നമില്ല, കർശനമായ നടപടിയാണ്. മാറ്റമുണ്ടാകുന്ന ഇത്രയും ജനങ്ങൾ കുറിച്ച് ഞാൻ പറയുന്നതാണ്. സർക്കാരിന് മോശമുണ്ടാക്കുന്നത് നടപടിയുണ്ടായത് തിങ്കളാഴ്ച അവരെ ചർച്ചയ്ക്ക് വിളിച്ചുള്ള അവർ തയ്യാറായെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന വണ്ടികൾ ഉണ്ടാക്കാനുള്ള ശുപാർശ മുന്നോട്ട് പോകണം. വയനാട് കിടക്കുന്ന സ്ഥലങ്ങളിൽ വണ്ടി ഓടിക്കാൻ വലിയ മടിയായിരുന്നു. പക്ഷെ അവിടുത്തെ ആർട്ടിയോട് പറഞ്ഞപ്പോൾ എല്ലാ വണ്ടിയും പിടിച്ചു, എല്ലാം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചർച്ചയ്ക്ക് വന്നു. നമ്മൾ പറഞ്ഞു വേണ്ട രാത്രി ഒരു വണ്ടി മനസ്സിലാക്കുക. വൈകിട്ട് വെച്ചാൽ 6 മണിക്ക് വണ്ടി ഒതുക്കിയിട്ടില്ല. വണ്ടി കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കയറി KSRTC ബസ്സിൽ കയറി അവരുടെ ഡ്രൈവറിന് കണ്ടെത്താൻ വീട്ടിൽ പോകാൻ വേണ്ടി അവർ വണ്ടി കൊണ്ടുവരാൻ പമ്പിലിട്ട് കഴിയും അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അവർക്ക് KSRTC വണ്ടി കിട്ടി അവർ കിട്ടി. ആ പണിക്ക് നടക്കത്തില്ല. 10 മണിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിയെ കൊടുക്കണം. കട്ടയിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ പ്രശ്നം അരുൺകുമാർ പറഞ്ഞ പ്രശ്നം ഇമ്മീഡിയറ്റ് കഴിയും. ഇവർ പറയുന്ന പകരത്തെ ലാഭമല്ല ഞങ്ങളുടെ രാത്രിയിലത്തെ നഷ്ടം KSRTC തലയിലിരിക്കട്ടെ എന്ന് പറയുന്ന ന്യായം ശരി. അവർ പറട്ടെ, KSRTC പോടാം. മാവേലിക്കര ജോയിന്റ് RTO ഓഫീസിന്റെ റോഡ് സേഫ്റ്റി കേഡറ്റ്, രക്ഷകർത്താവ് ഇനി സുരക്ഷാകർത്താവ്, ഡ്രൈവ് എവേ ഫ്രം ഡ്രഗ്സ് എന്നീ പദ്ധതികളും KSRTC മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. എം.എസ്. അരുൺകുമാർ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. പുതിയ കവാടവും മിനിസ്റ്ററെ കാണിച്ചപ്പോൾ ഇന്ന് കേരളത്തിൽ നിന്നും ഇല്ലാത്ത നിലയിലേക്ക് ആ കവാടം നമ്മളവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. കവാടം അതിനുശേഷം മിനിസ്റ്റർ വന്നതിന് ശേഷം ഈ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൃത്യമായ നിലയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ആവശ്യമായ കമ്പ്യൂട്ടറൈസ്ഡ് പദ്ധതി അദ്ദേഹം മുന്നോട്ട് വെച്ചു. KSRTC എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച്, വണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു ഡെമോ പ്രത്യേകമായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നതിലേക്ക് ക്രമീകരിച്ചു. അങ്ങനെ ഇന്ന് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളും ഗ്രൗണ്ടും ഇത്തരം സംവിധാനങ്ങളുമെല്ലാം ഒരുമിച്ചുള്ള ആദ്യത്തെ കേന്ദ്രമായി മാവേലിക്കര മാറി. അതിന് പ്രത്യേകമായ സഹായം ചെയ്തിരുന്ന പ്രിയപ്പെട്ട മിനിസ്റ്ററോടുള്ള നന്ദി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. KSRTC മാനേജിംഗ് ഡയറക്ടർ PS പ്രമോജ് ശങ്കർ സ്വാഗതം പറഞ്ഞു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാവേലിക്കര നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരി, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ്, കൃഷ്ണകുമാരി, R രാജേഷ്, RS സലിംകുമാർ, BT ശ്രീജ, A കമീലു, ജയസപ്പൻ മത്തായി, അനി വർഗീസ്, ജേക്കബ് ഉമ്മൻ, A അഭിലാഷ്, B സന്തോഷ് കുമാർ, BS സുനീഷ്, N മണിക്കുട്ടൻ, G കിഷോർ എന്നിവർ സംസാരിച്ചു. എം.എസ്. അരുൺകുമാർ എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ചെലവഴിച്ച് KSRTC മാവേലിക്കര റീജിയണൽ വർക്ക്ഷോപ്പ് വളപ്പിലാണ് ടെസ്റ്റ് ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തിയായത്. മാവേലിക്കരയുടെ ദീർഘകാല ആവശ്യമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. CDNet ന്യൂസ്, മാവേലിക്കര.